അങ്ങനെ നമ്മുടെ ആദ്യത്തെ ദിവസത്തെ ട്രിപ്പ് ഇവിടുന്ന് തുടങ്ങുകയാണ്. സുജിത്തും ഇന്ദുവും വീട് പൂട്ടി പയ്യെ ഇറങ്ങി വരുന്നു. കാലാവസ്ഥ ഇന്ന് മഴയാണെന്ന് തോന്നുന്നുണ്ട്, എങ്കിലും ഞങ്ങളുടെ യാത്ര തുടങ്ങി. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ഒരുമിച്ച് മാഹൺ ഫോൾസ് അയർലൻഡിൽ കാണാൻ പോകുകയാണ്. എല്ലാവരും നല്ല ഹാപ്പിയാണ്. ഇന്ദു സ്പെഷ്യലി ടാറ്റയൊക്കെ തന്ന് പോകുന്നുണ്ട്. ടാറ്റയൊക്കെ തന്ന ഇന്ദു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉറക്കമായി. അങ്ങനെ ഞങ്ങളുടെ യാത്ര പൊക്കുകൊണ്ടിരിക്കുകയാണ് ടു മാഹൺ ഫോൾസ്. ഇതിൻ്റെ ഇടയ്ക്ക് അവരുടെ തമാശകളും ഇതെല്ലാം കേട്ട് ഞങ്ങൾ നല്ല രസമായിരുന്നു. നല്ലൊരു റോഡ് ട്രിപ്പായിരുന്നു. യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ വഴിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ കുടിക്കണമെന്ന് തോന്നി. അപ്പോൾ ഞങ്ങളവിടെ ഒരിടത്ത് നിർത്തി. ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇവിടുത്തെ ഒരു കടയിൽ കയറി. അവിടെ അത്യാവശ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കേണ്ടത്, ലഞ്ചിന് അങ്ങനെ എടുക്കേണ്ടതായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവർ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കതൊരു അത്ഭുതമായിരുന്നു. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്, ഈ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ എല്ലാം ഇങ്ങനത്തെ ഒരു സൂപ്പർ മാർക്കറ്റിലിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളവിടെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ കൂടെ കഴിക്കാനായിട്ട് ഞങ്ങളുടെ പുറകിലൊരാളിരിപ്പുണ്ട്. ഞങ്ങൾ 4 പേര് കൂടാതെ. നിങ്ങൾ കണ്ടു കാണും. ഇത് സൂം ചെയ്ത് ഞങ്ങൾ കാണിക്കാം. ഇതാണ് ഞങ്ങളുടെ കൂടെ കഴിക്കാൻ എത്തിയ അതിഥി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാണാൻ നല്ല സ്ഥലങ്ങൾ. അങ്ങനെ കാടും കുന്നും ഒക്കെ കയറി പൈൻമരം കാടുകൾക്കിടയിലൂടെ നമുക്ക് ധാരാളം ആട്ടിൻകൂട്ടങ്ങളെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സൈഡ് നിറയെ പൈൻ കാടുകളാണ്. നല്ല ഭംഗിയാണ്. റോഡിൽ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നാട്ടിലെ പോട്ട് സുഖമായിട്ടിരുന്ന് വണ്ടി ഓടിച്ചു പോകാം, ഒരു തിരക്കുമില്ല. ഇങ്ങനെ നമ്മൾ ഓരോന്നും നാട്ടിലെയും വീട്ടിലെയും കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴക്കോളുണ്ടെന്നേ മാത്രമേ ഉള്ളൂ ഒരു വിഷമം. വഴിക്ക് വെച്ച് ഒരാട്ടും പറ്റത്തിനെ കണ്ടു. ഇതെല്ലാം ചെമ്മരിയാടുകളാണ്. സുജിത്ത് അങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കുന്നു. സുജിത്തിന് ഒരു മടിയില്ലെന്നാണ് പറയുന്നത്. എത്ര നേരം വേണമെങ്കിലും വണ്ടി ഇരുന്ന് ഓടിച്ചോളാമെന്നാണ് സുജിത്ത് പറയുന്നത്. സുജിത്ത് നന്നായിട്ട് ഡ്രൈവിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമ്മൾ ആ സ്ഥലത്തെത്തി. ഇതാണ് മാഹൺ ഫോൾസ്. സോ നമ്മൾ ലിമറിക്കിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. ഏകദേശം ആ ചായയൊക്കെ കുടിക്കാൻ കയറിയത് കൊണ്ട് കുറച്ച് സമയം എടുത്തെങ്കിലേ ഉള്ളൂ. ഒരു 1.5 hours എടുത്തെന്ന് തോന്നുന്നു എത്താനായിട്ട്. നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തു. ആ കാണുന്നതാണ് മാഹൺ ഫോൾസ്. ഏകദേശം അവിടം വരെ 20 minutes എങ്കിലും വാക്കുണ്ട്. അങ്ങനെ ഞാനും ഇന്ദുവും സുജിത്തും രശ്മിയും ഞങ്ങളെല്ലാവരും കൂടെ കാർ പാർക്കിൽ നിന്ന് യാത്ര തുടങ്ങി. നമ്മളെ കൂടാതെ വേറെ 2 പേരൂടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അല്ലാത്ത പക്ഷം ഞങ്ങൾ 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്ഥലം ശരിക്കും കാം ആൻഡ് പീസ്ഫുള്ളായിട്ട്, പുറം ലോകവുമായിട്ട് അവിടുത്തെ ബഹളങ്ങളോ ഒന്നുമില്ല. ശരിക്കും സെറീൻ ആൻഡ് പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമ്മൾ നടക്കുന്ന വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വലിയ ബിഗ് മൗണ്ടൻസ്, അതിൻ്റെ ഇടയ്ക്കൂടെ ആണ് വഴി. ആ വാക്ക് തന്നെ നല്ല രസമാണ്. 20 minutes ഉണ്ട്. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ കുന്നിൻ്റെ മുകളിൽ എന്തോ ഒരു വെള്ള പൊട്ട് പോലെ കാണും. ശ്രദ്ധിച്ചപ്പോഴാണ് മുകളിൽ മൗണ്ടൻ്റെ മുകളിൽ ഒരു ആട് ഇങ്ങനെ നല്ല പുല്ല് മേഞ്ഞുകൊണ്ട് നിൽക്കുന്നു. കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏകദേശം എത്താറായി. 2 പേർക്കും ക്ഷീണമുണ്ട്. ചായ കുടിച്ചത് പോരാമെന്ന് തോന്നുന്നു. എന്തായാലും നമ്മളെത്തി. ആ കാണുന്നതാണ് മാഹൺ ഫോൾസ്. നല്ല കാറ്റുണ്ട്. ഞാൻ നന്നായിട്ട് എല്ലാ ജാക്കറ്റും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കവേർഡായിരുന്നു. രശ്മി ആണെങ്കിൽ വഴി ഉണ്ടായിട്ട് കൂടി സ്വന്തമായിട്ട് വഴി വെട്ടി പോവുകയാണ്. ഞാൻ എന്തായാലും ആ സാഹസത്തിന് മുതിർന്നില്ല. ഞാനും സുജിത്തും ഞങ്ങൾ നേരെയുള്ള വഴി തന്നെ പോയിക്കൊണ്ടിരുന്നു. ഇന്ദുവിനെ കാണാൻ പോലും ഇല്ല. എവിടെയാണോ ഇന്ദു പുറയിലുണ്ടെന്ന് തോന്നുന്നു. നല്ല സെറീനായിട്ടുള്ള സ്ഥലമായിരുന്നു. ആ വാട്ടർഫോളിൻ്റെ സൗണ്ടും ഇതൊക്കെ കേൾക്കാനായിട്ട് നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. പക്ഷെ നല്ല തണുപ്പുമായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഫോൾസിൻ്റെ താഴെ ഞങ്ങളെത്തി. രശ്മി ഇന്ദുവും വീണ്ടും
അവർ കുന്നുകൾ കയറിയേ പോകത്തുള്ളൂ, അവർ നേരെയുള്ള വഴി നടക്കത്തില്ല എന്നാണ് പറയുന്നത്. അവർ രണ്ടുപേരും പറയുന്ന അവർ ചലഞ്ചസ് ഏറ്റെടുക്കുന്ന ആൾക്കാരാണെന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ മലകൾ കയറുന്നു, ഞാനും സുഹിത്തും നേരെയുള്ള വഴി നടന്നു പോകുന്നു. ഓക്കെ, നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ ദിവസത്തെ ഇത് കഴിഞ്ഞു, കാഴ്ചകൾ കഴിഞ്ഞു. അടുത്ത ദിവസത്തെ കാഴ്ച. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ ട്രിപ്പ് തുടങ്ങി. ഇന്ന് നമ്മൾ പോകുന്നത് ലിമറിക്കിൽ നിന്ന് കിൽക്കി ക്ലിഫ്സിലേക്കാണ്. ഇത് ഏകദേശം 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഏകദേശം 97.5 കിലോമീറ്റേഴ്സ് ദൂരമുണ്ട്. ഈ കാണുന്ന പള്ളിയിലാണ് സുഹിത്തും ഇന്ദുവും പോകുന്ന പള്ളി. ഇത് അവരുടെ വീടിന് തൊട്ടടുത്ത് തന്നെ, നടന്നു പോകുന്ന അത്രയും ദൂരമേ ഉള്ളൂ. വലിയ പള്ളിയാണ്, അതേപോലെ പഴക്കമേറിയ നല്ലൊരു പള്ളിയാണ്. ഇന്നത്തെ ദിവസം ഇന്നലത്തെക്കാട്ടി കുറച്ചുകൂടി നല്ല ദിവസമാണ്, നല്ല കാലാവസ്ഥയാണ്. ഇന്നലെ കുറച്ച് മഴയും മൂടിക്കിട്ടിയായിരുന്നു. ഇന്ന് നല്ലൊരു ദിവസമാണ്. എല്ലാവരും ഹാപ്പിയായിട്ട് പോകുന്നു. ഇന്നലെ വണ്ടിക്കകത്തിരുന്ന് ഇന്ദു ഉറങ്ങിയെങ്കിൽ ഇന്ന് രശ്മിയാണ് ഇരുന്നുകൊണ്ട് ഉറങ്ങുന്നത്. ക്ഷീണമായിരിക്കാം. അപ്പോൾ ഇന്ദുവിനൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ഇന്ന് നമ്മൾ പോകുമ്പോൾ ഇന്ദുവിൻ്റെ ഹോസ്പിറ്റൽ ഒന്ന് കാണിക്കണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇതിലായിരിക്കണം. ഇന്ദു ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ അടുത്തതായിട്ട് ഈ യാത്രയുടെ തുടങ്ങുന്ന ലിമറിക് ഹോസ്പിറ്റലിൽ നിന്നാണ്. ഈ ഹോസ്പിറ്റൽ 650 ബെഡ്സിൽ മുകളിൽ ബെഡുകളുള്ള ഹോസ്പിറ്റലാണ്. എല്ലാ സ്പെഷ്യാലിറ്റി ഏരിയാസ് ഇവർ കവർ ചെയ്യുന്നുണ്ട്. പീഡിയാട്രിക്സ്, കാർഡിയോളജി, ഓങ്കോളജി, ഓർത്തോപീഡിക്സ്, അങ്ങനെ പലതും. 2025, അതായത് ഈ വർഷം കുറച്ചുകൂടെ ഹോസ്പിറ്റൽ അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. more than 96 ബെഡ്സ് മോഡേൺ രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റീസോട് ഇൻക്ലൂഡ് ചെയ്തിട്ട് അവർ കുറച്ചുകൂടി ഹോസ്പിറ്റൽ വലുതാക്കിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ എന്തായാലും ആനുവൽ ലീവ് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിനകത്തോട്ടൊന്നും കയറാൻ പറ്റില്ല. ഇന്ദുവിന് പേടിയുണ്ടായിരുന്നു അവർ തിരിച്ച് ഡ്യൂട്ടിക്ക് വിളിച്ച് കയറ്റുമോ എന്നുള്ള. സ്റ്റാഫ് ഷോർട്ടേജ് എല്ലായിടത്തെയും ഒരു പ്രശ്നമാണ്, അത് UK ആണെങ്കിലും അയർലൻഡിലാണെങ്കിലും. അങ്ങനെ ഹോസ്പിറ്റലിൽ റൗണ്ട് അടിച്ച് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ്, നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്തോട്ട്. അങ്ങനെ യാത്രയ്ക്കിടയ്ക്ക് നമുക്ക് ധാരാളമായ ട്രാക്ടേഴ്സ് കാണാം. ഇവിടെ കൂടുതലും കൃഷിക്കാരുകളാണ് ഉള്ളത്. ഇന്നലത്തെ പോലെ വീണ്ടും നമ്മൾ ചായ കുടിക്കാനായിട്ട് ഒരു സ്ഥലത്ത് കയറാമെന്ന് തീരുമാനിച്ചു. അവിടെ ചെന്നിട്ട് വണ്ടിക്ക് എണ്ണയടിക്കണം. എണ്ണയടിക്കുന്നതൊക്കെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ എല്ലാം നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ്, സെൽഫ് സെർവിങ് ആണ് ചെയ്യേണ്ടത്. എണ്ണ അടിച്ചിട്ട് അകത്ത് നിന്ന് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ എണ്ണ അടിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ശേഷം ഇന്ദുവും രശ്മിയും ഞാനും കൂടി കടയ്ക്കുള്ളിൽ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കി പോകുന്നു. വളരെ മനോഹരമായിട്ടാണ് എല്ലാ സാധനങ്ങളും അടുക്കി വെച്ചേക്കുന്നത് കാണാനായിട്ട്. നല്ല ലൈവ്ലിയാണ് എപ്പോഴും. അങ്ങനെ നമ്മൾ എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നടക്കുന്നു. അങ്ങനെ എന്തോ തീരുമാനിച്ച് നേരെ എനിക്കൊന്ന് കോഫിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു, കോഫി ഉണ്ടാക്കാൻ പോവുകയാണ് ഇന്ദു. കോഫിയൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങളങ്ങനെ തിരിച്ചു പോകുന്നു. ഇനിയും ഒരു ദൗത്യം കൂടിയുണ്ട്. തിരിച്ചു പോകുന്ന വഴിക്ക് നമുക്ക് കറി വെക്കാനുള്ള കുറച്ച് ഇറച്ചി മേടിക്കണം. അങ്ങനെ അത് വാങ്ങാനായിട്ട് പോകുന്ന നമ്മുടെ ഇവരുടെ ലിമറിക്കിലെ ഏറ്റവും നല്ല മോളായിട്ടുള്ള ക്രസൻറ്റ് മോളിലോട്ടാണ് നമ്മൾ അടുത്ത് പോകുന്നത്. എല്ലാ സ്ഥലത്തും ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ കണ്ടു തുടങ്ങി. അങ്ങനെ കാഴ്ചകളിലൊക്കെ കണ്ട് നമ്മൾ
മോളിൽ എത്താറായി. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഇറച്ചി വാങ്ങുന്ന കട നമ്മൾ കണ്ടെത്തി. ഇവിടെ വന്ന് കയറി. നമ്മുടെ നാട്ടിലെ പോലൊന്നുമല്ല, നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തിയായിട്ടാണ് ഇറച്ചിയെല്ലാം വെട്ടി വെച്ചേക്കുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് വേണ്ടത് കുറച്ച് പോർക്കായിരുന്നു. അങ്ങനെ പോർക്ക് വാങ്ങാനായിട്ടാണ് ഇവിടെ വന്നത്. അവിടെ നമ്മളത് ഓർഡർ ചെയ്തു. അതിൻ്റെ ആൾ കശാപ്പുകാരൻ അത് നമുക്ക് വേണ്ടി വെട്ടി നല്ല ഭംഗിയായിട്ട് വെട്ടിത്തരികയാണ്. അങ്ങനെ ഇറച്ചിയൊക്കെ വാങ്ങി നമ്മൾ മോളിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. ഇനി ഇത് കാറിൽ കൊണ്ടുവന്ന് വെക്കണം. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി തിരിച്ചിറങ്ങുകയാണ് കാറിൽ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക്. അവിടെ നമ്മുടെ കാറിനകത്ത് ഐസ് ബോക്സ് ഉണ്ട്. സോ അതിനകത്തിരുന്നോളും. നമ്മളിന്ന് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇറച്ചി നല്ല നീറ്റായിട്ട് അവിടെ ഇരുന്നോളും, യാതൊരു കേടുപാടും കൂടാതെ. ഐസ് ബോക്സ് നേരത്തെ സുഹൃത്ത് കരുതിയിരുന്നു. മോളിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ഒരു ടോൾ ബൂത്തിലേക്കാണ്. അങ്ങനെ ടോൾ ബൂത്തിൽ നമ്മൾ പേ ചെയ്തിട്ട് വേണം ഇനിയും മുന്നോട്ടുള്ള യാത്ര പോകാനായിട്ട്. ഇവിടെ വെയിറ്റിംഗ് ഒന്നും വേണ്ട, എല്ലാം സെൽഫ് പേ ആണ്. നമുക്ക് ജസ്റ്റ് കാർഡ് കാണിച്ച് കാർഡ് ടാപ്പ് ചെയ്താൽ മതി, പേയ്മെൻറ്റ് അവരെടുത്തോളും. വീട്ടിൽ നിന്ന് ഇറങ്ങിയതുപോലെയല്ല, വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. കാലാവസ്ഥ വീണ്ടും ഇരുണ്ട് മൂടിക്കെട്ടുന്നുണ്ട്. നമ്മൾ ഇറങ്ങിയിട്ട് ഇപ്പം കുറച്ചധികം സമയമായിട്ടുണ്ട്. സുഹൃത്ത് മടുത്തു എന്ന് തോന്നുന്നുണ്ട് മുഖമൊക്കെ കണ്ടിട്ട്. പക്ഷേ ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടരുകയാണ്. രശ്മിയും ഇന്ദുവും അവർ ബാക്കിലിരുന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനിയും ഏകദേശം ഒരു 30 to 40 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് ഇപ്പം കാണുന്നെടുക്കുന്നു. നമ്മുടെ കിൽക്കി ബീച്ചിലോട്ട് ഇനിയും നമ്മൾ എത്താൻ കുറേ നേരം കൂടി എടുക്കും. നമ്മളെന്തായാലും ഡ്രൈവിംഗ് കണ്ടിന്യൂ ചെയ്യുന്നു, യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
1.5 മണിക്കൂറിന് ശേഷം നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഈ ഒരു ടൗൺ കൂടെ കഴിഞ്ഞ് ആ ടൗണിൻ്റെ മറുവശത്താണ് നമ്മൾ കാണാൻ പോകുന്ന ക്ലിഫ്. ഫൈനലി ലാസ്റ്റ് നമ്മൾ കിൽക്കി ക്ലിഫിൽ എത്തിയിരിക്കുന്നു. ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. കിൽക്കി ക്ലിഫ് അറ്റ്ലാന്റിക് സമുദ്രത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ഉത്ഭവം പറയുന്ന വോൾക്കാനിക് എറപ്ഷനിൽ നിന്നുണ്ടായതാണെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 8 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുകയാണ് ഈ സ്ഥലം. നല്ല കാലാവസ്ഥയുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡോൾഫിനുകളെയും വെയിൽസിനെയും കാണാൻ സാധിക്കുമെന്ന് പറയുന്നു. അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫി താല്പര്യമുള്ള ആൾക്കാർക്ക് ഡ്രോൺസ് വെച്ചുള്ള വീഡിയോസും നല്ല ഫോട്ടോഗ്രാഫിക്കായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത്. കിൽക്കി ക്ലിഫ് അയർലൻഡിൻ്റെ മിനി ക്ലിഫ് ഓഫ് മോഹർ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. സുജിത്ത് ഇവിടെ സമ്മർ ടൈമിൽ ഇവിടെ വന്ന് ചൂണ്ടയിട്ടിട്ട് മീൻ പിടിക്കാൻ വരാറുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. ഇവിടെ നല്ല വേനൽ സമയത്ത് ധാരാളമായിട്ട് മീൻ പിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. സുജിത്ത് എനിക്ക് അതിൻ്റെ വീഡിയോസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. നല്ല തണുത്ത കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളവിടെ ഏകദേശം ഒരു 30 മിനിറ്റോളം 30-40 മിനിറ്റ് നമ്മൾ ചിലവാക്കിയതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇന്നത്തെ നമ്മളുടെ യാത്ര ഇവിടെ തീരുകയാണ്. വീട്ടിൽ തിരിച്ചെത്തി എല്ലാവരും കുക്കിംഗ് തുടങ്ങി. ഇന്നത്തെ അത്താഴം ഞങ്ങൾ തിരിച്ചു വന്നതിന് ശേഷമാണ് ഉണ്ടാക്കിയത്. നമ്മൾ മോളിൽ നിന്ന് മേടിച്ച പോർക്കും നേരത്തെ വാങ്ങി വെച്ചിരുന്ന ബീഫും അങ്ങനെ വിഭവസമൃദ്ധമായ ഒരു അത്താഴമായിരുന്നു. സുജിത്ത് നന്നായിട്ട് കുക്ക് ചെയ്യും. അങ്ങനെ ഇന്ന് ലാസ്റ്റ് ഡേ ഓഫ് ഡേ ട്രിപ്പ്, 3ാമത്തെ ദിവസം. ഇന്ന് നമ്മൾ പോകുന്നത് മിസൻ ഹെഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. 2-3 ദിവസം കൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് റോഡ് ട്രിപ്പായിരുന്നു. ഇത് ലാസ്റ്റ് ദിവസമാണ്. മിസൻ ഹെഡിലേക്കാണ് യാത്രയെങ്കിലും നമ്മൾ പോകുന്ന വഴിക്ക് വെച്ച് വേറൊരു സ്ഥലം കൂടി കണ്ടുപോകാനാണ് തീരുമാനിച്ചിരുന്നത്. ആ സ്ഥലത്തിൻ്റെ പേരാണ് ഗുഗേൻബാറ. ഞങ്ങൾ 4 പേരും അവിടെ എത്തിയപ്പോൾ ഞങ്ങളെ വെൽക്കം ചെയ്യുന്ന എന്ന പോലെ ഒരു 4 അരയന്നം ലേക്കിന് മുകളിൽ കൂടെ പറന്നു പോകുന്നത് അതിമനോഹരമായ കാഴ്ചയായിരുന്നു കാണാൻ. ഗുഗേൻബാറ ശരിക്കും ഒരു മാജിക്കൽ പ്ലേസ് പോലാണ്. ഇതൊരു കൗണ്ടി കോർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. റിവർ ലീയുടെ ഉത്ഭവസ്ഥലവും സെയിൻറ്റ് ഫിൻബാറിൻ്റെ ഒരു ഐക്കോണിക് ചർച്ച് കൂടിയായപ്പോൾ ഈ സ്ഥലം നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്തിടത്തോളം ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നത് സ്ഥലം കാണാൻ കൂടി മാത്രമല്ല, ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ കൂടിയാണ്. അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ്. പെയിൻറ്റിങ്സിലൊക്കെ നമ്മൾ വരച്ചു വെച്ചേക്കുന്ന പടങ്ങൾ പോലാണ് ഈ സ്ഥലം കാണാൻ. ഈ കാണുന്ന കല്ലിൽ ആട്ടിൻകൂട്ടങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ നിർമ്മിച്ചതാണെന്ന് പറയുന്നു. ഞാനും രശ്മിയും
ഇന്ദുവും സുജിത്തും ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം ചുറ്റുമുള്ള സ്ഥലങ്ങൾ കാണാനിറങ്ങി. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയുന്നതിൽ ഉപരിയാണ് ഇവിടുത്തെ സൗന്ദര്യം. നമ്മൾ എത്ര നിന്ന് കഴിഞ്ഞാലും സമയം പോകുന്നതേ അറിയത്തില്ല. അത്രയ്ക്കും പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇനിയും വരുമ്പോൾ, അയർലൻഡ് കാണാൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒന്നുകൂടി ഇവിടെ വന്ന് കാണും. അത്രയ്ക്കും ഞങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു. നമ്മളങ്ങനെ അവിടുന്ന് യാത്ര തിരിക്കുകയാണ്. യാത്ര തിരിക്കുന്നിടത്ത് നമുക്ക് ഫെയർവെൽ തരുന്ന പോലെ നല്ലൊരു മഴവിൽ കൂടി ഞങ്ങൾക്ക് അവിടുന്ന് സമ്മാനമായിട്ട് കിട്ടി. തികച്ചും ഒരു മാജിക്കൽ പ്ലേസ് എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇനി നമ്മൾ മിഷൻ ഹെഡിലേക്ക് പോകുകയാണ്. ഈ ഒരു സ്ഥലം ഒരിക്കലും മറക്കില്ല. അത്രയ്ക്കും മാജിക്കലായിട്ട് തോന്നിയ ഒരു പ്ലേസാണ്. ഇനിയും ഉറപ്പായിട്ടും ഞങ്ങൾ ഇവിടെ ഒന്നുകൂടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. യാത്ര നമ്മളുടെ അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ വഴിക്ക് വെച്ച് നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് എനിക്കെന്തോ വളരെ ഡ്രമാറ്റിക്കായിട്ട് തോന്നിയത്. അത് ദൂരെ കാണുന്ന ഒരു സെമിത്തേരിയാണ്, അവസാനമായിട്ട് ഉറങ്ങുന്ന സ്ഥലം. എന്ത് മനോഹരമായ സ്ഥലമാണ് അവർ ചൂസ് ചെയ്തേക്കുന്നത്. എന്നും സൂര്യോദയവും സൂര്യാസ്തമയവും കണ്ട് അവർ സ്വസ്ഥമായി അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ പോകുന്ന വഴി എവിടെയോ എന്തോ ട്രാക്ടറിൻ്റെ ഫെസ്റ്റ് എന്തോ നടക്കുന്നുണ്ട്. ധാരാളമായിട്ട് ട്രാക്ടറുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. നല്ല വലിപ്പമുള്ള ട്രാക്ടറുകൾ. അങ്ങനെ നമ്മളുടെ മിഷൻ ഹെഡിൻ്റെ നെയിം ബോർഡുകൾ കണ്ടു തുടങ്ങി. നമ്മളങ്ങനെ ഒരു ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇനി ഏതാനും മിനിറ്റുകൾ കൂടിയേ ഉള്ളൂ നമ്മൾക്ക് അവിടെ എത്താൻ. ഈ കാണുന്നതാണ് സൈലേജ് ബെയിൽസ് എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും പുല്ല് വെട്ടി തീർത്ത് കെട്ടി വെച്ചേക്കുന്നതാണ് വിൻ്റർ ടൈമിന് അവിടുത്തെ കാറ്റൽസിന് ഭക്ഷണമായിട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായി. ഈ കാണുന്നതൊക്കെ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. നമ്മൾ മിഷൻ ഹെഡിൻ്റെ അടുത്തെത്തി. മിഷൻ ഹെഡ് അയർലൻഡിൻ്റെ സൗത്ത് എൻഡായിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ ഫൈനലി
നമ്മൾ മിഷൻ ഹെഡിലെത്തിയിരിക്കുന്നു. പുതിയൊരു സ്ഥലം കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഞങ്ങൾ 4 പേരിലും ഉണ്ടായിരുന്നു. ഇവിടെ പണ്ട് തകർന്നു പോയ SS ഇറാഡ എന്ന വലിയൊരു കപ്പലിൻ്റെ പ്രൊപ്പല്ലറാണ് ഈ കാണുന്നത്. ഇതുപോലെ ധാരാളം കപ്പലുകൾ ഇവിടെ തകർന്നിട്ടുണ്ടെന്ന് സുഹിത്ത് പറഞ്ഞു. അതിൻ്റെ എല്ലാം മ്യൂസിയം കൂടിയാണ് ഇവിടെ ഈ മിഷൻ ഹെഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ സൈറ്റ് സീയിങ് ആയിട്ട് ധാരാളം വെയിലുകളും ഡോൾഫിനുകളും ബോട്ടിൽ നെക്ക് ഡോൾഫിനുകൾ ഇങ്ങനെ ധാരാളം. ഭാഗ്യമുണ്ടെങ്കിൽ ഇവരെയൊക്കെ കാണാം. പക്ഷേ നമുക്ക് ഭാഗ്യമുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ടിക്കറ്റ് എടുക്കുന്ന ആളുടെ കൂടെ അവിടുത്തെ ഒരു ഡോഗുണ്ട്, ഒരു ലാബ്രഡോർ, വളരെ ക്യൂട്ടായിട്ടിരിക്കുന്നു. എല്ലാവരെയും വന്ന് അഭിസംബോധന ചെയ്യുന്നിടത്തോളം എല്ലാവരെയും വന്ന് ഒന്ന് കണ്ടേച്ച് പോകുന്നുണ്ട്. ഇതാണ് ലൈറ്റ് ഹൗസിൻ്റെ ഒരു മോഡലാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഭംഗിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ലൈറ്റ് ഹൗസ് നല്ല കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് ബോട്ട് സർവീസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സോ ടിക്കറ്റ് ഞങ്ങൾ 4 പേരും എടുത്തു. എന്നിട്ട് ഇതിനകമൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അവിടുത്തെ ഒരു മോഡലാണ് പണിഞ്ഞു വെച്ചിരിക്കുന്നത്. സോ ഈ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടുത്തെ പല ജോഗ്രഫിക്കൽ ലൊക്കേഷനും ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് വളരെ എളുപ്പം മനസ്സിലാക്കാവുന്ന രീതിയിലാണ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതാണ് ലൈറ്റ് ഹൗസിൻ്റെ ഒരു മോഡൽ. സോ ഈ ലൈറ്റ് ഹൗസ് പോലെ തന്നെ ഈ കാണുന്നതാണ് ഒരു കപ്പലിൻ്റെ ഉൾവശമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് എങ്ങനായിരിക്കും ആസ് എ കപ്പലിൻ്റെ ക്യാപ്റ്റൻ ഈ ഷിപ്പും നിയന്ത്രിക്കുന്നത്, അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷനായിരുന്നത്. അതേപോലെ ഇവിടെ പണ്ട് തകർന്നിട്ടുള്ള കപ്പലുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി കപ്പലുകൾ തകർന്നിട്ടുണ്ട്. അതേപോലെ മിഷൻ ഹെഡാണ് പറയപ്പെടുന്നത് ടൈറ്റാനിക് തകരുന്നതിന് തൊട്ട് മുൻപേ ലാസ്റ്റ് സിഗ്നൽ ലഭിച്ചത് ഇവിടെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഫോൺ കൊണ്ട് സൂം ചെയ്ത് കാണിക്കണം. ആ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ ഈ ലൈറ്റ് ഹൗസ്. ആ ലൈറ്റ് ഹൗസിൻ്റെ ഒരു മോഡലായിരുന്നു നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരുന്നത് എല്ലാം. അങ്ങനെ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആ ഭംഗി നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം. ഒരിക്കലും മടുപ്പ് തോന്നത്തില്ല. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ സമയം പോകുന്ന പോലും അറിയില്ല. അതുപോലെ നമ്മളെല്ലാം കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. പിന്നെ ഇതിൻ്റെ കാണാൻ ഇനിയുമുണ്ട് കാഴ്ചകൾ. സോ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻറ്റിലേക്ക് നടന്നു പോവുകയാണ്. നല്ല കാറ്റുമുണ്ട്. ഞങ്ങൾ 3-4 പേരും താഴോട്ട് നടന്നു പോവുകയാണ്. ഈ കാണുന്നതാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗത്ത് എൻഡ് ഓഫ് ദ അയർലൻഡാണ് ഈ മിഷൻ ഹെഡ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ താഴോട്ട് സ്റ്റെപ്പ് കെട്ടി താഴോട്ട് പോകാം. സ്റ്റെപ്പ് കെട്ടിയിട്ടുണ്ട്. സോ നമുക്ക് താഴോട്ട് പോകും. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കടൽ ആർത്തിരമ്പുകയാണ്. ആ കാണുന്നതാണ് മിഷൻ ഹെഡ് ഫുട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. നമ്മൾ ഈ വ്യൂ പോയിൻ്റ് കണ്ടതിന് ശേഷം അതുവഴിയാണ് ഇനി നമ്മൾക്ക് കാണാൻ പോകേണ്ട സ്ഥലം. ആ വ്യൂ പോയിൻറ്റിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മളെ കയറ്റമൊക്കെ കയറി തിരിച്ച് വീണ്ടും നമ്മൾ
മിഷൻ ഹെഡ് സിഗ്നൽ പോയിന്റിലേക്ക് പോകുകയാണ്. 4 പേരും. ഈ നടക്കുന്നതിനുള്ളിൽ നമ്മളൊരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിരുന്നു. കാര്യം അതുപോലെ ഒരു കയറ്റവും ഇറക്കവുമായിരുന്നു ഇവിടെ. നല്ല കാറ്റുള്ള ദിവസമാണ്, ഭാഗ്യത്തിന് നല്ല ക്ലൈമറ്റുമാണ് ഇന്ന്. ഇതാണ് മിഷൻ ഹെഡ് സിഗ്നൽ പോയിൻറ്റിനെ പറ്റി ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്ക്രിപ്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുന്ന് ഒരു 2 മിനിറ്റ് നടക്കാനുണ്ട് ആ പാലത്തിൻ്റെ അടുത്ത് എത്താൻ വേണ്ടി. ആ കാണുന്ന ബിൽഡിംഗ് ആണ് സിഗ്നൽ പോയിൻ്റ്. പറയപ്പെടുന്നത് നേരത്തെ സിഗ്നൽ പോയിൻറ്റിലേക്ക് ശരിക്കും പാലം ഉണ്ടാക്കുന്നതിന് മുൻപേ മലകൾ കയറിയായിരുന്നു അവിടുത്തെ ഓപ്പറേറ്റേഴ്സ് പോയിക്കൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. ഇതാണ് മിഷൻ ഹെഡ് ഫുട് ബ്രിഡ്ജ്. ഫൈനലി നമ്മളവിടെ എത്തിയിരിക്കുന്നു. ഇത് ക്രോസ് ചെയ്തിട്ട് വേണം സിഗ്നൽ പോയിൻറ്റിലേക്ക് എത്താൻ. ശരിക്കും ഈ സിഗ്നൽ പോയിൻറ്റിലേക്ക് എത്താൻ വേണ്ടിയാണ് ഈ ബ്രിഡ്ജ് പണിഞ്ഞിരിക്കുന്നത്. ടൂറിസം പർപ്പസിന് വേണ്ടിയല്ലായിരുന്നു പണിഞ്ഞിരുന്നത്. ഇത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് വരുന്ന കാറ്റിൻ്റെ അതിശക്തിയായ കാറ്റ് നമുക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റും. നമുക്കവിടെ ശരിക്കും റെയിൽസെ പിടിക്കാതെ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും സ്ട്രോങ് കറൻസാണ് എപ്പോഴും ഇതുവഴി പൊക്കോണ്ടിരിക്കുന്നത്. കാണാൻ മനോഹരമായ സ്ഥലമാണ്. അയർലൻഡിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇതെന്ന് പറയപ്പെടുന്നു. ഈ പാലത്തിൻ്റെ നീളം ഏകദേശം 50 മീറ്ററും കടലിൽ നിന്ന് 148 അടി പൊക്കത്തിലുമാണ് നിൽക്കുന്നത്. ഈ പാലത്തിന് മുൻപേ തന്നെ 1909 പണി കഴിപ്പിച്ച പഴയ ഒരു പാലമുണ്ടായിരുന്നു. അതിനുശേഷം ഇത് വീണ്ടും പണിഞ്ഞതാണ്. 2011 ഓഗസ്റ്റിലാണ് വീണ്ടും ഇത് റീഓപ്പൺ ചെയ്തത്. ഈ പാലത്ത് 2 ദ്വീപുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയാണ് ഇതിൻ്റെ പ്രധാന ദൗത്യം. നേരത്തെ പറഞ്ഞതിന് പോലെ തന്നെ ഇതൊരു ടൂറിസം പർപ്പസിന് വേണ്ടിയല്ലായിരുന്നു ആക്ച്വലി പണിഞ്ഞത്. ഇത് ആക്ച്വലി സിഗ്നൽ പോയിൻറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് പണിഞ്ഞിരുന്നത്. ഇപ്പോഴും അതിശക്തമായ കാറ്റാണ്. എപ്പോഴും നമുക്ക് സൈഡ് റെയിൽസ് പിടിക്കാതെ നടക്കാൻ പറ്റത്തില്ല. കാറ്റിൻ്റെ അതിഭയങ്കരമായ സൗണ്ടും അതിൻ്റെ കാറ്റിൻ്റെ ശക്തിയും എന്താണെന്ന് ഇവിടെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഇനി ഇവിടെ കാണാൻ പോകുന്നതാണ് നമ്മുടെ എൻജിൻ റൂമുകളുടെയും ലൈറ്റ് ഹൗസിൻ്റെയും അകത്തുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. എങ്ങനെയാണ് ഒരു എൻജിൻ റൂമിൻ്റെ അകം അല്ലെങ്കിൽ ലൈറ്റ് ഹൗസിനകത്ത് എങ്ങനായിരിക്കും, ലൈറ്റ് ഹൗസിനകത്ത് താമസിക്കുന്ന അയാൾ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്, എന്തെല്ലാം ഉപകരണങ്ങളാണ് വർക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ അവരുടെ ലൈഫ് എങ്ങനായിരിക്കും, പിന്നെ ഇതിന് ചുറ്റുമുള്ള ജിയോഗ്രഫിക്കൽ എന്തെല്ലാം കാര്യങ്ങളാണ് കാണുന്നതും, ഇവിടുത്തെ ഹിസ്റ്ററി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തൂടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കാണ്. ഈ കാണുന്നിടത്ത് നമുക്ക് കാണാം അതിൻ്റെ ഒരു പണിഞ്ഞേക്കുന്ന രീതി നമുക്കിതെല്ലാം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഇത് നമ്മുടെ മിഷൻ ഹെഡ് എവിടാണ് അയർലൻഡിൻ്റെ എന്ന് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ സൗത്ത് ഇങ്ങനെ ഏറ്റവും ലാസ്റ്റ് എൻഡ് ഓഫ് ദ അയർലൻഡാണ് ഈ പോയിൻ്റ്. അങ്ങനെ പലമാതിരി കാഴ്ചകൾ കണ്ട് നമ്മൾ നടക്കുകയാണ്. ഈ കാണുന്നതാണ് ലൈറ്റ് ഹൗസിൻ്റെ ഗ്ലാസ്. ലൈക്ക് ലൈറ്റ് ഫോക്കസ് ചെയ്യുന്ന ബൾബ് ഇതിൻ്റെ പുറകിലാണ് ഇരിക്കുന്നത്. സോ ഇതിൽ നിന്നാണ് ലൈറ്റ് പുറത്തോട്ട് പോകുന്നത്.
ഇനി ഈ കാണുന്ന റൂമാണ് ലൈറ്റ് ഹൗസിൽ വർക്ക് ചെയ്തിരുന്ന വർക്കേഴ്സ്. ഇങ്ങനെ ആയിരിക്കും അവരുടെ ബെഡും അവരുടെ റൂം എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു റെപ്ലിക്കയാണിത്. എനിക്ക് സുജിത്ത് പറഞ്ഞു തരികയാണ് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള. ഈ റൂം കൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഈ കിടക്കുന്ന ഒരാളാണ് വർക്ക് കഴിഞ്ഞ് കിടന്നുറങ്ങുകയായിരിക്കും. ഞാൻ ഉണർത്താൻ പോയില്ല. അങ്ങനെ പോന്ന് 2 ആളായിരിക്കും എപ്പോഴും ഡ്യൂട്ടിക്കുള്ളത്. സോ ഒരാൾ അപ്പുറത്ത് കിടന്നുറങ്ങുമ്പം അടുത്തയാൾ ഇവിടെ ഇരിക്കുന്നു. ഇതാണ് അവരുടെ ഭക്ഷണം കഴിക്കുന്നത്. സോ ഈ കാണുന്നതൊക്കെയാണ് അവരുടെ ഐറിഷ് ഭക്ഷണമായിരിക്കും ഈ ഇരിക്കുന്നത്. സോ ആ ഒരു വർക്കറിൻ്റെ റെപ്ലിക്കയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അടുക്കളയും എമർജൻസിക്ക് ഫോൺ സംവിധാനവും വയർലെസ് സന്ദേശങ്ങൾ അയക്കാനുള്ള പഴയ ഫോൺ സംവിധാനങ്ങളും എല്ലാം അവിടെ ഇരിപ്പുണ്ട്. നമുക്കിതെല്ലാം കാണുമ്പോൾ ഒരു ഫണ്ണായിരുന്നു, രസമായിരുന്നു. അയർലൻഡിൽ നിന്ന് ഇന്ദു നാട്ടിലേക്ക് ഫോൺ ചെയ്യാമെന്നാണ് പറഞ്ഞ്. അങ്ങനെ സുഹൃത്ത് നമ്മളെ അടുത്ത റൂമിലോട്ട് വിളിച്ചുകൊണ്ട് പോയി. സോ ഇവിടെ കാണുന്ന തിമിംഗലങ്ങളുടെയും ഡോൾഫിനുകളും എന്തെല്ലാം ആണ് ഇവിടെ വരുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാം. നല്ല കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് ബോട്ട് എടുത്ത് ആ ലൈറ്റ് ഹൗസിലേക്ക് പോകാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം കാണാൻ കഴിയുമായിരുന്നു. ഇവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എനിക്കിതായിരുന്നു. കടലിലെ ഈ കാറ്റ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെയായിട്ട് ഇത്രയും ശക്തമായിട്ട് കാറ്റ് ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. നമുക്ക് ശ്വാസം എടുക്കാൻ കഴിയാത്തത് അത്ര ശക്തമായ കാറ്റായിരുന്നു. എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. അവിടെ വെച്ച് ഞാൻ അവിടുത്തെ ഒരു ലോക്കൽ മനുഷ്യനെ പരിചയപ്പെട്ടു. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. ഞങ്ങളെല്ലാവരും പറന്ന് നടക്കുന്ന പോലെ ആയിരുന്നു. ആക്ച്വലി അത്രയ്ക്ക് അതിശക്തമായ കാറ്റായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. എല്ലാവരും ഭിത്തിയെ പതിഞ്ഞ പോലായിരുന്നു നിന്നെ. നല്ലൊരു അനുഭവമായിരുന്നു. ഒരിക്കലും ഇത് മറക്കില്ല. രശ്മി ഇന്ദു വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പോഴും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് ശക്തമായ കാറ്റാണ്. ഞാൻ നടന്നില്ല, ഞാൻ പയ്യെ നടന്നു വരുന്നുള്ളൂ. സുജിത്തൊക്കെ വഴിക്ക് വെച്ച് നിന്നു കാറ്റിൻ്റെ ശക്തി കാരണം. നല്ല രസമായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. അങ്ങനെ 3 ദിവസത്തെ നല്ലൊരു യാത്ര ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. വളരെ നല്ല സ്ഥലങ്ങൾ കണ്ടു നമ്മൾ. പോകുന്ന വഴിക്ക് സൂര്യാസ്തമയം അതുകൂടെ ഒന്ന് കണ്ടേച്ച് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ സുജിത്ത് ഞങ്ങൾ നല്ലൊരു സ്പോട്ട് നോക്കി പോവുകയാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ല കുറേ കാഴ്ചകൾ കണ്ടു, നല്ല കുറേ ഓർമ്മകളും. സുജിത്ത് ഇതിനു വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. ഈ ഡ്രൈവ് മുഴുവൻ സുജിത്താണ് 3 ദിവസം കൊണ്ട് ചെയ്തത്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. നല്ലൊരു 3 ദിവസത്തെ ട്രിപ്പായിരുന്നു. സോ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ട കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ കൂടെ നിങ്ങൾ യാത്ര ചെയ്യുക. നമ്മൾ ഈ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴും നമ്മൾ ആലോചിക്കും നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ പാരൻസ്. സുഹിത്തിൻ്റെ വീട്ടിലാണെങ്കിൽ അവിടുന്ന് പാലയെന്ന് അച്ഛനും അമ്മയും അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും ഈ സ്ഥലങ്ങളൊക്കെ കാണാനെന്നാണ് നമ്മൾ കൂടുതലും പറയുന്നത്. അപ്പം നിങ്ങളെ ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ഈ വീഡിയോ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അങ്ങനെ ഇതായിരുന്നു ആ അവസാനത്തെ സൂര്യാസ്തമയം. നല്ലൊരു ഷോട്ടോടുകൂടി ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച്.